Hello, hi, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റൺടൈം പോളിമോർഫിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പോളിമോർഫിസം നേരത്തെ പറഞ്ഞിരുന്നു. രണ്ട് ടൈപ്പ് ഉണ്ട്, കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺടൈം പോളിമോർഫിസം. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫംഗ്ഷൻ ഓവർലോഡിങ്ങിനെയാണ് എന്ത് പറയുന്നത്? കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് തന്നെ മോർ ദാൻ വൺ ഫംഗ്ഷന് സെയിം നെയിം കൊടുക്കുന്നു അല്ലെ, അതാണ് നമ്മൾ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ പറഞ്ഞിരുന്നത്. അതായത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു അവിടെ പറഞ്ഞത് അല്ലെ. ഒരു പ്രോഗ്രാമിൽ തന്നെ എന്ത് ചെയ്യാം, മോർ ദാൻ വൺ ഫംഗ്ഷന് സെയിം നെയിം നമുക്ക് കൊടുക്കാം. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞിരുന്ന കണ്ടീഷൻ പറഞ്ഞിരുന്നു, ഒന്നുകിൽ റിട്ടേൺ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർഗ്യുമെന്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിങ്ങിൽ കൊടുത്തിരുന്നു. കൺസ്ട്രക്ടർ ആകുമ്പോൾ ക്ലാസിന്റെ സെയിം നെയിം ആണ് വരുന്നത്. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്പർ ഓഫ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. കാരണം നമുക്ക് കൺസ്ട്രക്ടർ ആയതുകൊണ്ട് അതിന് റിട്ടേൺ വാല്യൂ എന്ന കൺസെപ്റ്റ് കൺസ്ട്രക്ടറിന് ഇല്ല. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ വാല്യൂവിനെ കുറിച്ച് അവിടെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ വരുന്ന ഡിഫറൻസ് എന്താണ്? നമ്പർ ഓഫ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റിൽ വരുന്ന ഡിഫറൻസ് ആണ്, റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് അല്ലെ. അതേസമയം റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സും വരുന്നുണ്ട്. ഈ ബേസ് ക്ലാസ്സിലും ഡിറൈവ്ഡ് ക്ലാസ്സിലും നമുക്ക് സെയിം നെയിം നമുക്ക് കൊടുക്കാൻ സാധിക്കും. മനസ്സിലായോ? സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം നെയിം കൊടുക്കാൻ സാധിക്കും. പക്ഷേ കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം സെയിം ആയിരിക്കും. അതായത് റിട്ടേൺ ടൈപ്പ് സെയിം ആയിരിക്കും, ഫംഗ്ഷൻ നെയിം സെയിം ആയിരിക്കും, നമ്പർ ഓഫ് ആർഗ്യുമെന്റ് സെയിം ആയിരിക്കും, ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റും സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നോർമലി നമ്മൾ ഒരു ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതെന്താ ചെയ്യുക? ബേസ് ക്ലാസിന്റെ ഫീച്ചറും ആക്സസ് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡ് ക്ലാസിന്റെ ഫീച്ചറും ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. അതേ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇപ്പം എ എന്ന് പറയുന്ന ക്ലാസ്, ബി എന്ന് പറയുന്ന അനന്തർ ക്ലാസ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ക്ലാസ്സിലും ബി എന്ന് പറയുന്ന ക്ലാസ്സിലും സെയിം നെയിമിലുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് റിട്ടേൺ ടൈപ്പ്, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്, ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് എല്ലാം സെയിം ആണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഫംഗ്ഷനെ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഫംഗ്ഷനെ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബേസ് ക്ലാസിന്റെ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? റൺ ടൈം പോളിമോർഫിസം ഓർ ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്നും പറയും. ഓക്കെ, ഫംഗ്ഷൻ ഓവർ റൈഡിങ്, മറ്റേതാണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിങ്. കമ്പൈൽ ടൈം പോളിമോർഫിസം പറയുന്നത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും റൺ ടൈം പോളിമോർഫിസം പറയുന്നത് ഫംഗ്ഷൻ ഓവർ റൈഡിങ് ആണ്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എഴുതി നോക്കാം എങ്ങനെ വരുന്നതെന്ന്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ഒരു ബേസ് ക്ലാസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് രണ്ട് വേരിയബിൾ എഴുതി, ഇൻഡിജർ ആയിട്ട് രണ്ട് വേരിയബിൾ എഴുതി. ദെൻ പബ്ലിക് ഏരിയയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ഫംഗ്ഷനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂ റീഡ് ചെയ്യാനും അത് സം ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ എന്താണ് ഡിറൈവ്ഡ് ക്ലാസ്, ഡിറൈവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ ഡിറൈവ്ഡ് ക്ലാസ് ഇവിടെ ഡിക്ലെയർ ചെയ്തു, ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഞാൻ എന്താണ് ഫ്ലോട്ട് എക്സ് കോമ വൈ എന്ന് പറഞ്ഞ അതിനകത്ത് രണ്ട് വേരിയബിൾ ഞാൻ കൊടുത്തു. അതിനുശേഷം പബ്ലിക് ഏരിയയിൽ സെയിം പ്രോട്ടോടൈപ്പില് വോയിഡ് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി. ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ എക്സും വൈയും റീഡ് ചെയ്തിട്ട് അത് സം ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി സി ഔട്ടിനകത്ത് സം ഇസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? എക്സ് പ്ലസ് വൈ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ. അതിനുശേഷം ഇവിടെ എന്താണ്? ഇന്റ് മെയിൻ കൊടുത്തു ഞാൻ. ഇന്റ് മെയിനകത്ത് ആദ്യം എന്താണ്? ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഞാൻ കൊടുത്തിട്ട് ഡി ഡോട്ട് ആഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇത് ചെയ്യുന്നത്? ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ആഡ് ഫംഗ്ഷനെ ആയിരിക്കും അത് ആക്ടിവേറ്റ് ആക്കുന്നത്. മനസ്സിലായോ? ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ആഡ് ഫംഗ്ഷന് ആക്ടിവേറ്റ് ആക്കുക. അപ്പൊ നമ്മൾ ഡി വെച്ചിട്ട് ആഡ് ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്താൽ ഒരിക്കലും നമുക്ക് ഈ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് അതായിരിക്കും എപ്പോഴും ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷനെ, അതായത് ബേസ് ക്ലാസ്സിലെ ആഡ് ഫംഗ്ഷനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ബേസ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ഡോട്ട് എന്ത് പറയണം? ആഡ് പറയണം. ഓക്കെ, ആ ബി ഡോട്ട് ആഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഫംഗ്ഷനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ,
ദെൻ എന്ത് പറഞ്ഞു റിട്ടേൺ 0, കാരണം ഇൻറ്റ് മെയിൻ കൊടുത്തേക്കാണ്, നമ്മുടെ റിട്ടേൺ 0 കൊടുത്തിട്ട് നമ്മളത് സ്പെസിഫൈ ചെയ്ത് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് എന്താണ് റൺ ടൈം പോളിമോർഫിസം അല്ലെങ്കിൽ മെത്തേഡ് ഓവർ റൈഡിങ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറന്നു പോരുത്. ഓക്കെ, നമുക്ക് വീണ്ടും നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.